ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനുകുട്ടനാണെങ്കിൽ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, നന്നായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും അവനെ കുളിപ്പിച്ചതിന് ശേഷമായിരുന്നു ഇങ്ങനെ എക്സർസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം അവൻ്റെ കാലിന് ഭാഗത്ത് നല്ല ടൈറ്റ്നസ് വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയാവാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ ടൈറ്റ്നസ് ഒക്കെ വന്നത്. അപ്പോൾ ഞാൻ എണ്ണ തേച്ചിട്ടായിരുന്നു സാധാരണ അങ്ങനെയൊക്കെ ചെയ്യാറ്. അപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണ തേക്കുന്നതിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സ്ട്രെച്ചിങ് കറക്റ്റായിട്ട് അവന് കിട്ടുന്നില്ലായിരുന്നെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി പിടിച്ച് നോക്കി, വേറെ രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ അറിവും പിന്നെ പലരും പല വീഡിയോസ് അയച്ചെന്നും പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൻ എങ്ങനെയെങ്കിലും ആ ടൈറ്റ്നസ് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടില്ല എന്നറിയാം. പക്ഷേ എറണാകുളം സൈഡിലാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും വെച്ച് പോയി ചെയ്തിട്ട് വരുന്ന പോലെ വീടുകളിലൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ചെയ്യുന്നവർക്ക് അവധി ദിവസങ്ങളിലുണ്ടല്ലോ. അപ്പോൾ ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടി നീക്കി വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു തെറാപ്പിസ്റ്റിനെ കിട്ടണമെന്നുണ്ട്. ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വിടുന്ന ഒരാളെ അല്ലാതെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു തെറാപ്പിസ്റ്റിനെ കിട്ടണമെന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 സൈസ് തെറാപ്പിസ്റ്റുകളുണ്ട്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പം 2 രീതിക്ക് തെറാപ്പി ചെയ്യുന്നവരുണ്ട്. അതായത് നമ്മൾ തെറാപ്പിക്ക് ചെല്ലുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിടുന്ന തെറാപ്പിസ്റ്റുകളും, പക്ഷേ കുഞ്ഞ് നടക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് നമുക്ക് തെറാപ്പി ചെയ്ത് തരുന്നവരും ഉണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ആത്മാർത്ഥമായിട്ട് ചെയ്തു തരുന്ന ആരെങ്കിലുമാണ്. അപ്പോൾ അത് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. കാരണം ഒരു സ്ഥാപനത്തിൽ തെറാപ്പി ചെയ്യാൻ പോകില്ല, ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല ഉടനെയൊന്നും. കാരണം അവരെ ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്ത് നമ്മളെ വിടിയല്ല. കാരണം ഒരു ദിവസം കൊണ്ട് ചെയ്താലും ഒരു മാറ്റവും വരികയില്ല. വർഷങ്ങൾ തന്നെ എടുത്താലും ചെറിയ രീതിക്കൊക്കെ അല്ലേ മാറ്റങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ ഈ ഒരു ദിവസം പോയി ചെയ്തിട്ട് എന്ത് മാറ്റം ഉണ്ടാവാനാണെന്നാണ് അവരൊക്കെ നമ്മൾ പോയ സ്ഥലത്തൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എവിടെയെങ്കിലും പോയി നിന്നിങ്ങനെ തെറാപ്പി ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം എന്താണെങ്കിലും ഇല്ല. പിന്നെ കണ്ണും അടച്ച് കുഞ്ഞിനുകുട്ടനെ കൊണ്ട് മാത്രം അങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന കാര്യമല്ലല്ലോ. പിന്നെ നമ്മൾ ഇത്ര നാളും പോകുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിലും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി അതങ്ങനെ തന്നെ തുടർന്ന് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്, എത്രയും പെട്ടെന്ന് അവനെ നടത്തിയെടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിൻ്റെ പിന്നിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം ഒന്നാമത്തെ കാര്യം പറഞ്ഞ് ഇവർക്ക് പതിയെ റിസൾട്ട് വരത്തുള്ളൂ. അതിപ്പോൾ നമ്മളൊരു തെറാപ്പി സെൻറ്ററിൽ പോയെന്നാലും എവിടെ പോയെന്നാലും ഇന്ന് നിങ്ങളൊന്ന് വാ, നാളെ അല്ലേ നാളത്തേക്ക് ഞാൻ കൊച്ചിനെ ശരിയാക്കി തരാമെന്ന് പറയുന്ന ആരും ഉണ്ടാവില്ല. അത് പോസിബിൾ അല്ല. കാരണം അങ്ങനെ ഒരു കാര്യം ഈ ലോകത്ത് നടക്കൂല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തെറാപ്പി കൊടുത്തതിൻ്റെ കൂടെ വീട്ടിലിങ്ങനെ നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ടാണ് അവനൊരു ഈ ഒരു സ്റ്റേജ് വരെയെങ്കിലും എത്തിയത് കേട്ടോ. പക്ഷെ ഇപ്പം കുറേ നാളുകളായിട്ട് അവൻ ഈ ഒരു സ്റ്റേജിൽ നിന്നൊരു മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞത് ഇവനെ വേറെ ഒരു അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നീങ്ങാത്തത് എന്താ? കാരണം അവൻ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുനാളിലെ കമലില്ലായിരുന്നു, തലയുറച്ചിട്ടില്ലായിരുന്നു, എഴുന്നേറ്റിരിക്കാൻ അറിയില്ലായിരുന്നു, അവന് ഫുഡ് കഴിക്കാൻ അറിയില്ലായിരുന്നു, കൈ കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ അറിയില്ലായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പരിശ്രമിച്ച് തന്നെയാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആയത്. പൂർണ്ണമായിട്ടും ഓക്കെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് തന്നെ പറയാം. കാരണം ഫുഡ് കഴിക്കുന്നുണ്ട്, ഫുഡ് നന്നായിട്ട് ചവച്ച് കഴിക്കുന്നുണ്ട്, എല്ലാ രീതിയിലുള്ള ഫുഡും അവൻ ചവച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ അധികം കട്ടിയുള്ള സാധനങ്ങൾ അവന് ചവച്ച് കഴിക്കാൻ പല്ലിൻ്റേതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കാം അത് മാത്രം അവൻ ട്രൈ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാൻ അത്രയും കട്ടിയുള്ളതൊന്നും അവന് കൊടുക്കാറുമില്ല. കാരണം പല്ല് കേടാണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് പിന്നെ അത് നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്താ പറയുക, അവൻ തന്നെ നന്നായിട്ട് എഴുന്നേറ്റിരിക്കുന്നുണ്ട്, സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വസ്തുക്കളിലേക്ക് നന്നായിട്ട് നോക്കുന്നുണ്ട്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനെ കൊണ്ട് മുമ്പിൽ കൂടി ഒരു ആന പോയാൽ പോലും കുഞ്ഞിനെ കൊണ്ട് നോക്കൂലായിരുന്നു, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല, എന്നാലും ഒരുവിധം കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ കുറേശ്ശെ ആയി വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണല്ലോ അതൊക്കെ. അപ്പം ചില കാര്യങ്ങൾ തീരെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ തീരെ ഇല്ല, അത് നമുക്ക് എന്താ പറയുക, നല്ല എക്സർസൈസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവന് അതിലും മാറ്റമൊക്കെ വരും. പക്ഷെ
പക്ഷേ എനിക്കെന്ന് പറഞ്ഞാലേ എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്ത് പോകാനായിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ ചില നേരത്ത് കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് പറയുന്ന പോലെ ഞാൻ കമ്പ്യൂട്ടറൊന്നും അല്ലല്ലോ. കാരണം ഞാൻ ഒറ്റയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് രാവിലെ അവർ മോളെ സ്കൂളിൽ വിടണം, ആൾക്ക് ജോലിക്ക് പോകണം, കുഞ്ഞിനുകുട്ടൻ്റെ കാര്യം, കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യം. സാധാരണ ഞാനിങ്ങനെ വിചാരിക്കും, ഒരു വീട്ടിലൊരു കുഞ്ഞു വാവ ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴേ ആ കുഞ്ഞു വാവയ്ക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കില്ല എല്ലാവരും സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വീട്ടിൽ അമ്മ ഉണ്ടാവും, അച്ഛനുണ്ടാവും. അപ്പോൾ കുഞ്ഞു വാവേനെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടൊക്കെ ആയിരിക്കില്ല ഇങ്ങനെ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ എന്നെ തന്നെ ഒരു സൂപ്പർ വുമൺ എന്ന് ഞാൻ വേണേൽ പറയൂ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. കുഞ്ഞിനുകുട്ടനെ ഞാൻ ആവശ്യമില്ലാതെ കരയിക്കാറില്ല, കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ ആവശ്യമില്ലാതെ കരയിക്കാറില്ല, ആരുടെയും കാര്യത്തിലൊരു കുറവ് വരുത്താറില്ല. പിന്നെ എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ അത് എൻ്റെ കാര്യത്തിൽ അതിന് മാത്രം കുറവ് വരുന്നു ഞാൻ പറയാൻ പറ്റില്ല. അത്രയധികം ഞാൻ എൻ്റെ കാര്യം സാക്രിഫൈസ് ചെയ്തൊന്നും അല്ല കേട്ടോ മുന്നോട്ട് പോകുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോ ഇടുന്നത് പോലും എന്താ പറയുക, അതിനും ഒരു സമയം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കുഞ്ഞിനുകുട്ടൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എനിക്ക് അവനിലേക്ക് സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ ചിലവഴിക്കാൻ പറ്റുന്ന ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വല്ല ജോലിക്കാരോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ശരിയാണ്, നമുക്ക് കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി മാത്രം നടക്കാം, വീട്ടിലെ ജോലികളൊന്നും ഇല്ലെങ്കിൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചില കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ അതൊരു ടെൻഷനാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ പണി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് കുഞ്ഞുണ്ണിക്ക് വേണ്ടി നീക്കി വെക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ചില സമയത്ത് തോന്നും. പക്ഷെ ഞാൻ പിന്നെ തിരിച്ച് ചിന്തിക്കും, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കുന്ന ആരും ഉണ്ടാവില്ല ഈ ലോകത്ത്. എപ്പോഴും ഇങ്ങനെ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. ഇനി മുന്നേ പറഞ്ഞ പോലെ ജോലിക്കാരൊക്കെ ഉള്ളവരാണെങ്കിൽ ശരിയാ, നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനും വാഷ് ചെയ്യാനും എല്ലാ കാര്യത്തിനും ഒരാളുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ കാര്യത്തിലേക്ക് വേണ്ടി മാത്രം നമുക്ക് തിരിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർക്ക് വരികയും ചെയ്യും. കാരണം നമ്മൾ എത്രത്തോളം അവരെ ശ്രദ്ധിക്കുന്ന അത്രത്തോളം മാറ്റങ്ങൾ അവർക്ക് വരും. ഇപ്പോൾ കുഞ്ഞിനുകുട്ടനെ ഞാൻ തീരെ ശ്രദ്ധിക്കാതെയൊന്നുമില്ല. പക്ഷേ ഇതിൽ നിന്ന് ഇനി ഒരു ചേഞ്ച് ആക്കി എടുക്കണത് ശരിക്കും എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടണില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടൈം ടേബിൾ പോലെയൊക്കെ എനിക്കൊരു ഗ്രൂപ്പിലൊരമ്മ ഇത് ഞാൻ ചോദിച്ചിട്ട് അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ടേ അവൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആക്കണം. ഞാൻ ഇപ്പം തന്നെ അത് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനുകുട്ടൻ്റെ സഹകരണം സ്പീച്ചിൻ്റെ കാര്യത്തിൽ നന്നേ കുറവാണ്. കാരണം കുഞ്ഞിനെ അത് ഒഴിവാക്കി വിടുകയാണ്. അവന് വേണമെങ്കിൽ പറ്റുന്ന കാര്യമൊക്കെ ഉള്ളൂ. അവനിപ്പോൾ അയ്യോ കൊച്ചിന് വയ്യാനിട്ടല്ലേ, അങ്ങനെയൊന്നും അല്ല, കുഞ്ഞിനേക്ക് സാധിക്കുകയൊക്കെ ചെയ്യും. നേരത്തെ അവനത് സംസാരിച്ചുകൊണ്ട് തീരെ അങ്ങനെ അറിയില്ലാതെ സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. അവന് അത്യാവശ്യം കാര്യങ്ങൾ, അവന് വേണ്ട കാര്യങ്ങളൊക്കെ മുന്നേ ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവൻ വലുതായതിനു ശേഷമാണ് നമ്മൾ, അതായത് സ്പീച്ചിന് വേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവൻ ഈ സ്പീച്ച് ഡിലേ വന്നത്. അപ്പം ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ പറയും, ഞാനിങ്ങനെ ദാ മോനെ കാക്കാന്ന് പറ, അല്ലെങ്കിൽ ഇതാ ചോറ്, അല്ലെങ്കിൽ വെള്ളം എന്ന് പറ നിർബന്ധിച്ചാണ് ഇവനത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നിനെ നിർബന്ധിക്കേണ്ട, ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുണ്ണി നമുക്ക് വെള്ളം കുടിക്കാം ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. എന്നിട്ട് അല്ലെങ്കിൽ വെള്ളം വേണോ, വേണം, അങ്ങനെ എന്നോട് തന്നെ ക്വസ്റ്റ്യൻ ആൻസറും പറയാനൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന അമ്മമാർക്ക് ആർക്കെങ്കിലും പ്രയോജനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെയും കൂടി പറയുന്നത്. പക്ഷേ അവൻ സ്പീച്ച് നിർത്തി കളഞ്ഞു. കാരണം അവനത് ആവശ്യമില്ല. അവൻ പരമാവധി ഒഴിവാക്കി വിടുക. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടില്ലേ കുഞ്ഞിന് എന്നെ ഉമ്മ വരുന്നത്. അത് ഞാൻ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവനത് ചെയ്യാതിരിക്കാനുള്ള മടി കൊണ്ടാണ് എന്നെ ഉമ്മ തന്ന് ഒഴിവാക്കുന്നത്. സത്യം പറഞ്ഞാൽ കുഞ്ഞുണ്ണിക്ക് എന്നോട് വല്ലാത്ത സ്നേഹമായിട്ടല്ല എന്നെ ഉമ്മ തരുന്നത്. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയുക അവൻ്റെ മടി കൊണ്ട് അവൻ പല കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഉമ്മ തന്ന് ഒഴിവാക്കി വിടുന്നതാണ് കാണുന്നത് നിങ്ങൾ. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സാഹചര്യങ്ങളുള്ള അമ്മമാരാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് തീരെ ചെറിയ പ്രായം തൊട്ടേ ട്രൈ ചെയ്ത് നന്നായിട്ട് പരിശ്രമിച്ച് കൊണ്ടുവന്ന് ഇവർക്ക് നല്ല മാറ്റം വരുത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞിനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ പരിശ്രമിച്ചാണ് നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനാണെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ, ഇവൻ്റെ കഴുത്തുറപ്പിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എഴുന്നേപ്പിച്ചിരുത്തിയത് എങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജിൽ ചോദിക്കാറുണ്ട്,
അതായത് ഇവന് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിലെ തീരെ വയ്യായിരുന്നു, കഴുത്ത് പോലും ഉറയ്ക്കാതെ നമ്മൾ എന്താ പറയുക 1 വയസ്സൊക്കെ ആയപ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അനിയൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളിന് വേണ്ടി പോയപ്പോഴേ 1ാം ബർത്ത്ഡേക്കൊക്കെ പോയപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ നമ്മൾ ഒരു 3 മാസം ആ ഒരു പ്രായത്തിലൊക്കെ പിടിച്ചില്ലേ, അതായത് ഇങ്ങനെ നാട്ടി പിടിക്കാതെ നമ്മളിങ്ങനെ കുഞ്ഞുവാവേനെ പിടിക്കുന്ന പോലെ പിടിച്ചില്ലേ, അതുമാതിരി പിടിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെക്കുട്ടനെ കൊണ്ട് ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ പോയത്. കാരണം കുട്ടിയുടെ കഴുത്തൊന്നും ഒട്ടും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. അണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഫോട്ടോയൊക്കെ ഉണ്ട്, ഇങ്ങനെ അവനെ അവിടുത്തെ തറയിലൊരു ഷീറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ കിടത്തിയതൊക്കെ. കാരണം കയ്യിലിരുന്നിരുന്നിരുന്ന് മടുത്തട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പം ഇപ്പോഴും എനിക്ക് വിഷമം വരും കേട്ടോ. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ അവളിങ്ങനെ നമ്മളിങ്ങനെ ഈസി ആയിട്ട് അവളിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ എടുത്തിട്ട് നടക്കുമ്പോഴൊക്കെ അതൊക്കെ എനിക്കിങ്ങനെ അപ്പോഴെല്ലാം കുഞ്ഞിനെക്കുട്ടൻ്റെ കാര്യം ഓർമ്മ വരും. കാരണം അവൻ എത്രത്തോളം കൊച്ചു ആ ഒരു സമയത്തൊക്കെ അവന് ഒന്നിനും പറ്റാതെ, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ടെൻഷൻ അടിച്ച് നടന്ന കാലങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മനസ്സിൽ വരും. ഇപ്പോൾ ഓരോ സന്തോഷ സമയങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ കുഞ്ഞുപെണ്ണിൻ്റെ ചോറ് കൊടുക്കലിനൊക്കെ പോയപ്പോൾ പോലും എൻ്റെ മനസ്സിലേക്ക് ആദ്യം കുഞ്ഞുപെണ്ണിന് ചോറ് കൊടുത്ത് അതൊക്കെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ സന്തോഷമില്ലെന്നല്ല, പക്ഷെ എന്നാലേ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കുഞ്ഞിനെക്കുട്ടൻ ആ ഒരു 6 മാസത്തിൽ നമ്മൾ ചോറ് കൊടുക്കാൻ പോയതും അവനിങ്ങനെ എന്താ പറയുക ദൃഷ്ടി ഉറയ്ക്കാതെ ഇങ്ങനെ വെട്ടി നോക്കുന്നതും എന്താ പറയുക അതൊക്കെ എനിക്ക് ഓർക്കുമ്പോഴേ ഭയങ്കര വിഷമമാണ്. നമ്മൾ മടിയിൽ ഇങ്ങനെ ചായച്ച് കിടത്തിയതും എൻ്റെ കുഞ്ഞും ആ സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ തോന്നുമ്പോഴേ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെല്ലാ സമയത്തും എനിക്കിങ്ങനെ ഏതൊരു സമയത്തും ഓരോ കുട്ടികളെ കാണുമ്പോഴും ഒക്കെ ആണെങ്കിലും ഉള്ളിൽ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ, അവന് മാത്രം അത് പറ്റിയില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഞാനങ്ങനെ കരഞ്ഞു വിളിച്ചൊന്നും അപ്പോഴും ഇരുന്നിട്ടില്ല, ഇപ്പോഴും ഇരിക്കൂല. മനസ്സിലങ്ങനെ തോന്നിയാൽ ആ തോന്നി അതങ്ങോട്ട് വിട്ടു. പിന്നെ നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അയ്യോ കൊച്ചിങ്ങനെ കഴുത്തുറച്ചില്ലല്ലോ, എന്നാൽ ശരി ഞാനിവിടെ കരഞ്ഞു വിളിച്ചിരിക്കുക, അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇവൻ്റെ കഴുത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഉറപ്പിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ടേ ഓരോരോ എനിക്ക് തോന്നണ പൊട്ടത്തരങ്ങളാവാം നല്ല കാര്യങ്ങളാവാം എല്ലാം ട്രൈ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തെറാപ്പി കൊടുത്ത് എന്താ പറയുക അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കഴുത്തുറച്ചത്. ഇവൻ ഇരിക്കാതെ വന്നപ്പോൾ എനിക്ക് എന്തൊരു ടെൻഷനായിരുന്നു വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കണ്ട ഇംഗ്ലീഷുകാരുടെ വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ എടുത്ത് നോക്കുന്നത്. കാരണം മലയാളത്തിൽ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കുറവാണ്. ഈ ഒരു ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങൾ കുറവാണ്. നോർമലി ഉള്ള കുട്ടികൾക്കുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ നോർമലി ഉള്ള കുട്ടികളുടെ കാര്യങ്ങൾ ഉള്ള വീഡിയോസൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര വിഷമമാണ്. ഇവൻ ആ പ്രായത്തിലുള്ള ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കത്തേയില്ല. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷുകാരുടെ കുറേ ഉണ്ട്, ഈ സെർബൽ പാൾസി ബാധിച്ചവരുടെ, ഓട്ടിസം ബാധിച്ചവർ, ഡൗൺ സിൻഡ്രോം ബാധിച്ചവർ, അങ്ങനെ ഇഷ്ടം പോലെ വീഡിയോസ് അതിലുണ്ട്. അവരോരോ കുട്ടികളെ എങ്ങനെ പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നത്, അവരൊരു നോർമൽ ലൈഫിലേക്ക് എത്തുന്നത്, അതൊക്കെ ഇങ്ങനെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അതെല്ലാം കണ്ട് അവർ കാണിക്കുന്ന കാണാമല്ലോ. അതൊക്കെ കണ്ട് കുഞ്ഞിനെക്കുട്ടനെയും കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് അവന് ഓരോ ഇതും കടന്ന് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഫുൾ അച്ചീവ് ചെയ്തെന്നല്ല, പക്ഷേ അവൻ എന്നെ സംബന്ധിച്ച് കുഞ്ഞിനെക്കുട്ടൻ എന്താ പറയുക ഇത്രയെങ്കിലും ആയല്ലോ എന്നാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കുഞ്ഞിനെ നടക്കുക എന്നുള്ളത്. പക്ഷെ അതുമാത്രം എത്ര തലകുത്തി മറിഞ്ഞിട്ട് ഇപ്പോൾ ഈ വീഡിയോസ് കാണാൻ തുടങ്ങിയ കാലം തൊട്ട് നിങ്ങൾ കാണുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് സത്യം പറഞ്ഞ കുഞ്ഞിനെക്കുട്ടൻ ഇപ്പോഴും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ ഇതൊക്കെ ഒരു മാറ്റം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കണതൊക്കെ. അതൊക്കെ ഞാൻ എന്താ പറയുക ഒരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ ചെയറിൽ ഞാൻ ഇരുത്താറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു അറിവില്ലാതെയായിരുന്നു ഇരുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കാനായിട്ട് പാടല്ലോ കുട്ടികൾക്ക്. ഇവർക്ക് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മൂവ്മെൻറ്റ്സ് വരുമ്പോഴേ ബോഡി തന്നെ ഒരു സ്റ്റേണായിട്ട് നിൽക്കാനായിട്ട് ഇവരെ സഹായിക്കും. പക്ഷേ ഞാനിത് മുന്നേ തൊട്ട് ചെയ്യിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ ഗുണം അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇരുത്തുമ്പോൾ അവന് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ആ പേടി കുറയ്ക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റായി കഴിയുമ്പോൾ അവർക്ക് നിൽക്കുമ്പോൾ ആ ഒരു ബാലൻസിങ് കിട്ടുമല്ലോ. അപ്പോൾ അതെനിക്കറിയില്ലായിരുന്നു. എന്നാലും ഇപ്പം ഞാനത് നന്നായിട്ട് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും എൻ്റെ മേത്തേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കട്ടെ അവനെ എടുക്കാൻ വേണ്ടിയിട്ട്. അവനെല്ലാ കാര്യങ്ങളും ചെയ്യാൻ മടിയനാണല്ലോ. എന്നാലും കുഴപ്പമില്ല കേട്ടോ, കുഞ്ഞിനെ അത്യാവശ്യം ചെയ്യും.
പിന്നെ എനിക്കിങ്ങനെ വാട്സപ്പിലൊക്കെ അത് ചെറിയ പ്രായമുള്ള പുതിയ എന്താ പറയുക ആദ്യത്തെ കുട്ടിയൊക്കെ ഇങ്ങനെ ഒരു വയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ അമ്മമാരില്ലേ, അപ്പോൾ അവർക്കാട്ടോ ഭയങ്കര ടെൻഷൻ. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് എനിക്കും അറിയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇത്രയും നാളായല്ലോ, അപ്പം ഞാനും കുറേ കാര്യങ്ങൾ മാനസികമായിട്ട് നേരിടാൻ പഠിച്ചു, എല്ലാ രീതിയിലും നേരിടാൻ പഠിച്ചു. അപ്പം ഞാൻ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ വാട്സപ്പിൽ അവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്, പക്ഷേ മെസ്സേജ് അയക്കാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരും പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ കുഞ്ഞ് ശരിയാവണം എന്നുള്ളത് നമ്മുടെ മാത്രം ആഗ്രഹമാണ്. ഇപ്പോൾ പല നെഗറ്റീവ് പറയുമായിരിക്കും. എന്താ പറയുക, ഞാനും കുറേ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു, ഇപ്പോൾ ആ കുഞ്ഞ് ജീവനോടെ ഇല്ല, അവരുടെ കുറേ പൈസ പോയതിന് ശേഷം ആ കുഞ്ഞിപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു ഇതൊന്നും നമുക്ക് ദൈവം വരുത്തൂല. കാരണം എന്താ പറയുക, ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിലേക്ക് തരുന്നത് നമ്മൾ അവരെ നന്നായിട്ട് നോക്കി അവരുടെ കാര്യങ്ങളെങ്കിലും ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവർ ശരി ഇവർ ബെഡിൽ തന്നെ കിടന്നോട്ടെ, ഒരു ശല്യമില്ലല്ലോ, അവരൊരു മൂലയ്ക്ക് കിടന്നോളുമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്, എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉള്ളിൽ വരണ്ട. എത്ര വയ്യാത്ത മക്കളായിക്കോട്ടെ, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, എന്താ പറയുക, ഇപ്പോൾ പുറത്ത് നിങ്ങൾക്ക് തെറാപ്പിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, നമ്മളൊരു പൊന്നു പോലെ നോക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ അമ്മമാരും നോക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയരുത്, ആരും പറയുന്നത് കേട്ടോ ടെൻഷനൊന്നും ആവണ്ട. നമുക്ക് ആ ദൈവം കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ടാവും. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടോ മനസ്സിൽ ടെൻഷൻ അടിച്ച് മക്കളെ നോക്കാതിരിക്കില്ല ആരും. പക്ഷേ നമ്മൾ ടെൻഷൻ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവതാളത്തിലാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും സന്തോഷമായിട്ട്, മനസ്സിന് നല്ല സന്തോഷമായിട്ടും ധൈര്യമായിട്ടും തന്നെ മുന്നോട്ട് പോവുക. എനിക്ക് സങ്കടമില്ലെന്നല്ല പറയുന്നത്, സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ സങ്കടപ്പെട്ടിരുന്നായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൂടെ ഇപ്പോഴും കട്ടിലിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു വയസ്സായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എടുത്തിട്ട് നടന്ന ഒരു അവസ്ഥയൊക്കെ, ആ ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ ഇപ്പോഴും ഇവനെ കൊണ്ട് നടക്കേണ്ട വന്നേനെ. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരും എന്നെ കഴിഞ്ഞും ധൈര്യമുള്ള ഒരുപാട് അമ്മമാരുണ്ടെങ്കിലും ഞാൻ പറയുക, അങ്ങനെ മെസ്സേജൊക്കെ വരുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആരും സങ്കടമൊന്നും ആവണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. തെറാപ്പിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ കുഞ്ഞിനെക്കുട്ടനെ നിങ്ങൾക്ക് പണ്ടത്തെ വീഡിയോയിൽ മുന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല എങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ട് അറിയാൽ, അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനൊക്കെ ഇത്രയൊക്കെ ചേഞ്ച് ആയല്ലോ. അപ്പോൾ ഇനിയും കുഞ്ഞിനെ കൂടെ ചേഞ്ച് വരും. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ അതിലേക്ക് എന്താ പറയുക, എന്നാണ് ആ നാളുകളെന്നറിയില്ല. അപ്പം എത്ര നാളെടുത്തിട്ടാണേലും നമ്മൾ ആ വലിയ ചേഞ്ചിലേക്ക് വന്നിരിക്കും. അതെൻ്റെ ഒരു ഉറപ്പാണ്, എൻ്റെ മനസ്സിൻ്റെ ഒരു ഉറപ്പാണ്. അത് ദൈവം എന്താ പറയുക സാധിക്കാൻ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് കുറച്ച് നീണ്ടു പോയിട്ടോ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പറ്റുവാണെന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം.